കാറ്ററിംഗ് മേഖലയും കടുത്ത പ്രതിസന്ധിയിലാണ്. നേരത്തെ ബുക്ക് ചെയ്ത ഓർഡറുകൾ പോലും കൊടുത്തു തീർക്കുക വെല്ലുവിളിയാണ് എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. റംസാൻ കാലമായതിനാൽ ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കാൻ പ്രയാസപ്പെടുന്നതായി ഈ മേഖലയിലുള്ളവരും പറയുന്നു. കനത്ത ചൂടിനിടയിൽ വിറകടുപ്പിലേക്ക് മാറേണ്ടി വരുന്നത് തൊഴിലാളികളുടെ ആരോഗ്യത്തെയും കച്ചവടത്തിന്റെ ലാഭക്ഷമതയും ഒരുപോലെ ബാധിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ഡിയാഗോ ആ വിവരങ്ങൾ പങ്കുവയ്ക്കും. സംസ്ഥാനത്ത് പാചകവാതകത്തിൻ്റെ ആവശ്യകത കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഈ പാചകവാതകം കിട്ടാനില്ല എന്നുള്ളതാണ് വാസ്തവകരം. ഞാനുള്ളത് വട്ടിയൂർക്കാവിന് സമീപത്തുള്ള ജമാഅത്തിലാണ്. ഇവിടെ നമുക്കറിയാം നോമ്പ് കാലമാണ്. നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയൊക്കെ വൈകുന്നേരങ്ങളിൽ പള്ളിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. ഏതാണ്ട് 10-15 വർഷമായി കാറ്ററിംഗ് രംഗത്തുള്ള ചേട്ടനാണ് ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നത്. പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വിറകടുപ്പിലേക്ക് മാറേണ്ടി ഒരു ആവശ്യകത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറ്ററിംഗ് മേഖലയിലാണ് ഇത്തരത്തിൽ ഈ ഗ്യാസിൻ്റെ ഈ ക്ഷാമം അതിരൂക്ഷമായി ബാധിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ജോലിയുടെ വേഗത കുറഞ്ഞിരിക്കുന്നു. വലിയ അളവിൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിറകടുപ്പ് വെച്ച് എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളത് വളരെ പ്രയാസകരവും ദുഷ്കരവുമാണ്. കാരണം നമുക്കറിയാം ഈ വിറകടുപ്പ് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ചൂട്, അതിൻ്റെതായ മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം തന്നെയുണ്ട്. ടൈം കൂടുതലെടുക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും ഒരു ഇത് ബാധിച്ചിരുന്ന കാറ്ററിംഗ് മേഖലയാണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ഹോട്ടൽ അടച്ചിട്ടാൽ വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, വേറെ ആർക്കും ഭക്ഷണം കൊടുക്കണം. നമ്മൾ ഏറ്റ കാര്യം നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. ഈ പ്രതിസന്ധി ഒന്ന് പെട്ടെന്ന് അവസാനിക്കണമെന്നാണ്. തീർച്ചയായിട്ടും പ്രതിസന്ധി ഗവൺമെൻറ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റണമെന്നാണ് കാറ്ററിംഗ് അസോസിയേഷൻ്റെ ശക്തമായ ഒരു ആവശ്യം. അല്ല, നമ്മളിപ്പോൾ വർക്ക് ഏറ്റെടുത്ത് പോയില്ല, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ പള്ളിയിലെ വർക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ഗ്യാസില്ല, വിറവായിരുന്നതിന് ഇപ്പോൾ വിറവിൻ്റെ ബുദ്ധിമുട്ട് വിറവ് വന്നിട്ട് ഉണക്ക വിറവല്ലാണ്ട് വന്നാൽ പോലും നമുക്കിപ്പോൾ അത് ചെയ്തു തീർത്താലേ പറ്റുള്ളൂ. 1500 പേർക്കുള്ള കഞ്ഞിയാണ് ഈ ഒരുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്കറിയാവുന്ന തലസ്ഥാനത്തെ പല ഹോട്ടലുകളിലും അവരുടെ മെനുകൾ വെട്ടിക്കുറച്ച് അങ്ങനെയൊക്കെയാണ് തൽക്കാലത്തേക്ക് ഒരു ക്രൈസിസ് മാനേജ് ചെയ്തു